2006 ലെബനൻ ആക്രമിച്ചു. ലെബനൻ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ ലെബനനിലെ ഹിസ്ബുള്ളയാണ് ലക്ഷ്യമിട്ടത്. ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇറാന്റെ പ്രോക്സീസ് ആണ്, അല്ലെങ്കിൽ ഇറാന്റെ പിന്തുണയുള്ള വിഭാഗമാണ്. ആ യുദ്ധം നീണ്ടുനിന്നത് ഇത് 8ാമത്തെ ദിവസമുള്ളൂ. 30 ദിവസം നീണ്ടുനിന്നു. 30ാമത്തെ ദിവസം സൗത്ത് ലെബനൻ ഇസ്രായേൽ ആക്രമിക്കുന്ന അന്നും തിരിച്ച് അന്ന് ഹിസ്ബുള്ളയ്ക്ക് മിസൈൽ അയക്കാൻ കഴിഞ്ഞു. 30 ദിവസം ആ മിസൈൽ അറ്റാക്ക്, പരസ്പരമുള്ള വ്യോമാക്രമണം നീണ്ടുനിന്നു. ഇസ്രായേൽ ലെബനൻ യുദ്ധം അല്ലെങ്കിൽ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം നീണ്ടുനിന്നു. എന്തായിരുന്നു അതിന്റെ എൻഡ് പ്രൊഡക്റ്റ്? അവർക്ക് ഈ സംവിധാനത്തെ, അതായത് ഹിസ്ബുള്ളയ്ക്ക് ഒരുപാട് പരിക്കേൽപ്പിക്കാൻ കഴിഞ്ഞു, പക്ഷേ ഹിസ്ബുള്ളയെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. ഈ യുദ്ധത്തിന് ശേഷം, ഈ 30 ദിവസത്തിന് ശേഷം 2006 ഓഗസ്റ്റ് 17-ാം തീയതി എക്കണോമിസ്റ്റ് ഒരു കവർ സ്റ്റോറിയോടെയാണ് പുറത്തിറങ്ങിയത്. ആ കവർ സ്റ്റോറിയുടെ തലക്കെട്ട് നസ്രല്ല വിൻസ് ദ വാർ എന്നായിരുന്നു. നസ്രല്ല വിജയിച്ചു എന്ന് അമേരിക്കയിൽ നിന്ന് പുറത്തിറങ്ങുന്ന എക്കണോമിസ്റ്റ് കവർ സ്റ്റോറി എഴുതി. 2006 ഇതേ ഇസ്രായേൽ, അന്ന് 2005 അന്ന് ഏരിയൽ ഷറോണിന്റെ കാലത്ത് ഗാസയിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങി. അത് സെക്കൻഡ് ഇൻതിഫാദ 2-ന്റെ ഒരു പ്രതിഫലനം എന്നുള്ളതിൽ ഇസ്രായേലിന് പിൻവാങ്ങേണ്ടി വന്നു. ഇത് ഈ മേഖല എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രവചനങ്ങൾക്ക് വഴങ്ങുന്ന 1 = 2 എന്നുള്ള മട്ടിലേ അല്ല. ഇസ്രായേൽ പല ഘട്ടങ്ങളിൽ തുടങ്ങുകയും പിൻവാങ്ങുകയും ചെയ്ത ചരിത്രം സമീപകാലത്ത് പോലും